തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസികൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ ഒരാളെ കുത്തിക്കൊന്നു. മാവിളക്കടവ് സ്വദേശി ശശിയാണ് മരിച്ചത്. മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ഇന്ന് ഉച്ചയോടെയാണ് നാടിന് നടുക്കിയ വലിയൊരു സംഭവം അരങ്ങേറുന്നത്. അയൽവാസികൾ തമ്മിലാണ് ഇത്തരത്തിൽ വസ്തുവിന്റെ പേരിൽ വാക്കേറ്റമാകുന്നത്. ഇന്ന് ഉച്ചയോടെ തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പറയുന്ന വസ്തു അളന്നുതിരിക്കാനായി ഉച്ചയ്ക്ക് എത്തിയതായിരുന്നു. ഈ സമയം മുതൽ ഇരു വിഭാഗങ്ങളും, അതായത് അയൽവാസികളല്ല സുനിൽ ജോസും ശശിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുമായിരുന്നു. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പരാതി ഉണ്ടായി, വസ്തുതർക്കമായിട്ട് പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി നിലവിൽ പൊഴിയൂർ പോലീസ് സ്റ്റേഷനാണ് നോക്കി വന്നിരുന്നത്. എന്നാൽ ഇവരുടെ പരാതിയെ തുടർന്ന്, നിരവധി തവണയുള്ള ഈ പരാതിയെ തുടർന്ന് ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇരു വിഭാഗത്തിലുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി വസ്തു ഭാഗം തിരിക്കുന്ന ഇതിനിടയിലായിരുന്നു വലിയ തരത്തിലുള്ള വാക്കേറ്റവും തുടർന്ന് സംഘർഷത്തിലാവുന്നത്. ഇതിനിടയിലാണ് ശശിക്ക് കുത്തേൽക്കുന്നത്. ശശിയെ കുത്തിയത് സുനിൽ ജോസ് എന്നൊരു അയൽവാസിയായ 45-കാരനാണ് ശശിയെ ഇത്തരത്തിൽ 65 വയസ്സാണ് ശശിക്കുള്ളത്. ശശിയെ കുത്തുകയായിരുന്നു. എന്നാൽ നിലവിൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെയാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും വലിയ തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നെയ്യാറ്റിൻകര പൊഴിയൂർ മാവിളക്കടവിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും സുനിൽ ജോസിനെ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിമിഷ നേരങ്ങൾക്കകം തന്നെ ഇത്തരത്തിൽ സുനിൽ ജോസിനെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ഒരു ഉറപ്പും ഈ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ശശിയുടെ മൃതദേഹം ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രദീപ്? പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ശശിയുടെ മൃതദേഹം കൊണ്ടുപോവുക. അതിനുള്ള നടപടികൾ ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. അതിനുശേഷം ബന്ധുക്കൾ വരാനുണ്ട്. ഇതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടെയാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക. ശരി, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അയൽവാസികൾ തമ്മിലുള്ള വസ്തുതർക്കത്തിനിടെ ഒരാളെ കുത്തിക്കൊന്നത്. മാവിളക്കടവ് സ്വദേശി ശശിയാണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രദീപ് പാറശാല.